ആരാണ് ഈ കാര്യസ്ഥൻ? അതിന്റെ ഗ്രീക്കിൽ പാരക്ലിറ്റോസ് എന്ന പദമാണ് നാം കാണുന്നത്. പാരക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. ആശ്വാസപ്രദനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. വീണ്ടും അവിടുന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, അഥവാ യെരുശലേമിൽ നിന്ന് മാറിപ്പോകാതെ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം. ഏറെ നാൾ കഴിയും മുൻപ് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങൾക്ക് അയച്ചു തരും. ഈ വാക്യങ്ങളെല്ലാം ഈ 16-ാം അധ്യായത്തിലെ വാക്യത്തോട് ചേർന്നുള്ള വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നു, വാഗ്ദത്തം ചെയ്തതുപോലെ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ശേഷമായി 10-ാം ദിവസം അവരെ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ, പാരക്ലിറ്റോസ്, ആശ്വാസപ്രദൻ അവരുടെ അടുക്കിലേക്ക് യേശുക്രിസ്തു അയച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. അത് എന്നേക്കും അവരോടുകൂടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. ലോകത്തിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അഥവാ തന്റെ ശിഷ്യന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ സാന്നിധ്യവും കൂട്ടായ്മയും. അത് ലോകത്തിന് ലഭിക്കുകയില്ല, മറ്റാർക്കും ലഭിക്കുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കണം. യെരുശലേമിൽ തന്നെ ഞാൻ അയക്കും, മറ്റെവിടെയും അല്ല. യെരുശലേമിൽ തന്നെ അധികം താമസിക്കാതെ ഞാൻ അയക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അതുപോലെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തോടെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എൻ്റെ പേര് ഭാസ്കരനാണ്, പയ്യന്നൂരാണ്. എന്നൊക്കെ ചോദിക്കാനുള്ളത്, പിന്നെ യേശുക്രിസ്തു ജനിച്ചത് അറിയാൻ ആരോടാ ചോദിക്കണ്ടേ? എന്ന മക്കൂറോട്. ഈ നമ്മുടെ നാട്ടിൽ പിന്നെ നബിദിനം കൊണ്ടാടുന്നുണ്ട്. അത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. മുഹമ്മദ് നബി ജനിച്ച ദിവസം ഒന്ന് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. സുഹൃത്തിന്റെ ആഗ്രഹത്തെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. മുഹമ്മദ് നബിയുടെ ജനനത്തിനല്ല, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല, അദ്ദേഹം മഹാനായ പ്രവാചകൻ. അദ്ദേഹത്തിന്റെ ശേഷമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജന്മദിനം ആഘോഷിക്കുന്ന ഏർപ്പാടുണ്ടായി വന്നത് തന്നെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായിരുന്നാലും യേശുക്രിസ്തുവിന്റെ ജന്മദിനമായിരുന്നാലും, സുഹൃത്ത് വിചാരിച്ച പോലെ ഡിസംബർ 25 യേശു ജനിച്ചത്. ഡിസംബർ 25 സത്യത്തിൽ യേശുവിന്റെ ജന്മദിനമല്ല, സൂര്യദേവന്റെ ജന്മദിനമാണ്. ആ സൂര്യദേവന്റെ ജന്മദിനം പിന്നീട് ഡിസംബർ 25 സൂര്യമതമായ മിത്രമതവും ക്രിസ്തുമതം കത്തോലിക്ക മതവും തമ്മിൽ കൂട്ടിയോജിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു മിക്സപ്പിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജന്മദിനമായി കൊണ്ടാടുവാൻ തീരുമാനിക്കപ്പെട്ടത്. സത്യത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കണം ക്രിസ്തു ജനിച്ചത് എന്നാണ് ബൈബിളിലെ പരാമർശങ്ങൾ മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് നമുക്ക് രേഖകളിൽ നിന്ന് കൃത്യമായി ലഭ്യമല്ല. റബീഉൽ അവൽ മാസത്തിലാണ് എന്ന് വ്യക്തമാണ് ജനിച്ച ദിവസം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജന്മദിനം കൊണ്ടാടാനോ അത് പ്രത്യേകമായി ആഘോഷിക്കുവാനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോ യേശുവും അതേപോലെ ആവശ്യപ്പെട്ടിട്ടില്ല, പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ജന്മദിനങ്ങൾ കൊണ്ടാടുന്നതിലല്ല, മറിച്ച് പ്രവാചകന്മാരെ പിന്തുടരുന്നതിലാണ് പ്രാധാന്യമുള്ളത്. പ്രവാചകൻ തന്നെ പിന്തുടരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ യേശുവിനെ പിന്തുടരുക, അപ്പോൾ നമുക്ക് മുഹമ്മദ് നബിയുടെയും പാതയിലെത്താൻ പറ്റും. ആ മുഹമ്മദ് നബിയെയും പിന്തുടരുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. Next question, please. There is a question from the ladies' side, please. I would like to know, why do Christians confess their sins to the priest in the church? Why don't they do it directly to God Almighty? To whom? Question. The question is Mr. K.S. Joseph. Please repeat the question. I would like to know, why do Christians confess their sins to the priest in the church instead of doing it directly to God Almighty?
ക്രിസ്ത്യൻസ് എന്ന് ജനറലൈസ് ചെയ്ത് സിസ്റ്റർ പറഞ്ഞതാണ്. യഥാർത്ഥമായി ബൈബിളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ആരും പുരോഹിതനോട് പാപം ഏറ്റുപറയുകയില്ല, പറയേണ്ട ആവശ്യമില്ല. ദൈവത്തോട് മാത്രം നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മതി. അങ്ങനെ പുരോഹിതനോട് പറയണമെന്ന് ബൈബിളിൽ യാതൊരു വാക്യവുമില്ല. അത് ദൈവസന്നിധിയിൽ തെറ്റുമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് ഡോക്ടർ സലീം ഫ്രം നീലേശ്വരം. എൻ്റെ ചോദ്യം മിസ്റ്റർ ജോസഫ് സാറിനോടാണ്. അക്ബർ സാഹിബ് അവകാശപ്പെട്ടത് ഖുർആൻ ദൈവിക ഗ്രന്ഥം എന്നതിന് തെളിവായി അത് അവതരിപ്പിക്കപ്പെട്ട മൂലഭാഷയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജോസഫ് സാറ് പറഞ്ഞു അന്ന് പ്രമുഖ ഭാഷയായ ഹിബ്രുവിൽ സുവിശേഷങ്ങൾ തർജ്ജമ ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. എങ്കിൽ ഏത് മൂലഗ്രന്ഥത്തിൽ നിന്നാണ് തർജ്ജമ ചെയ്യപ്പെട്ടത്? യേശു സംസാരിച്ചത് ഏത് മൂലഭാഷയിലാണ്? ആ മൂലഭാഷയിൽ ഏതെങ്കിലും ഗ്രന്ഥം അവശേഷിച്ചിട്ടുണ്ടോ, ഉണ്ടായിരുന്നോ? മാത്രമല്ല, ബൈബിൾ എന്ന പദം യേശുവിന് അറിയാമോ? അത്തരമൊരു ഗ്രന്ഥത്തെക്കുറിച്ച് യേശുവിന് അറിയാമോ? ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം ടാ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ. അതിന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങൾ. യേശു സംസാരിച്ചത് അരമായ ഭാഷയിലാണ്. അന്നുണ്ടായിരുന്ന ഫലസ്തീനിലെ സാധാരണ ഭാഷയിലാണ് യേശു സംസാരിച്ചത്. എന്നാൽ യേശു ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാർ നേരിട്ട് അവിടെ നിന്നും കേട്ടതായ അവിടുത്തെ തിരുവായ് മൊഴികൾ കേട്ട ശിഷ്യന്മാരാണ് മത്തായി, അതുപോലെ തന്റെ ശിഷ്യന്മാർ ഈ യേശുവിന്റെ പ്രഭാഷണങ്ങൾ അവർ രേഖപ്പെടുത്തിയത് ഗ്രീക്കിലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് സത്യമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് സത്യവുമാകുന്നു. കാരണം അന്ന് ഏറ്റവും അധികം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ക്രിസ്തീയ സഭ നിലനിന്നത്. യഹൂദ അധികാരി വർഗത്തിൽ നിന്ന് വളരെ ശക്തമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് സഭ നിലനിന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റ്, യേശു പറയാത്തതോ ചെയ്യാത്തതോ ആയ ഒരു കാര്യം, ഏതെങ്കിലും ഒരു തെറ്റ് അത് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ യേശുവിന്റെ ശത്രുക്കളും വിമർശകരും തന്നെ അതിനെ ചൂണ്ടിക്കാണിച്ച് ക്രിസ്ത്യാനികളെ അപഹസിക്കുമായിരുന്നു. എന്നാൽ അവർ രേഖപ്പെടുത്തിയതായ അത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈതൊട്ടതും ഞങ്ങൾ കേട്ടതുമായ വചനം തന്നെ നിങ്ങളോട് അറിയിക്കുന്നു. മാത്രമല്ല പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴിച്ച് ഈ വേറൊരുവൻ വന്ന്, അത് ഞങ്ങളാകട്ടെ വേറൊരുവനാകട്ടെ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, ഒടുവിലത്തെ പുസ്തകത്തിൽ ഈ ദൈവത്തിന്റെ പ്രവചന പുസ്തകത്തോട് ആരെങ്കിലും കൂട്ടിയാൽ അവന് ശാപം. ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കുറച്ചാൽ അവന് ശാപം. അത്രമാത്രം സുരക്ഷിതത്തോടുകൂടിയാണ് വിശുദ്ധ ബൈബിൾ സംരക്ഷിച്ചത്. ഇതിൽ നിന്ന് ആരും കുറച്ചിട്ടുമില്ല, ആരും കൂട്ടിയിട്ടുമില്ല. അന്ന് എഴുതിയതായ അതേ ഭാഷയിലുള്ള പുസ്തകങ്ങളുടെ തോൽച്ചുരുളുകൾ ഇന്ന് നമ്മുടെ ലോകത്തിലെ പ്രസിദ്ധമായ ലൈബ്രറികളുണ്ട് എന്ന് ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ലേഡീസ് സൈഡ്. ഇല്ലെങ്കിൽ ജെൻസ് സൈഡും ചോദിക്കാം. My name is Abdul Wahab. I like to ask Mr. K.S. Joseph that in Christianity, Louder please. In Christianity, that people believe that Christ has a son, and they determine it. But the priest and the nuns don't have to have a child. Why so? Please repeat the question. In Christianity, the people believe, Christians believe that God has a son, but the priests and nuns don't have a child. Why so?
പ്രീസ്റ്റ് പ്രിയ സഹോദരൻ ചോദിച്ചത്, ദൈവത്തിന് ഒരു പുത്രനുണ്ട്, ഒരു പ്രീസ്റ്റുകൾക്ക് എന്താണ് മക്കളില്ലാത്തത്? ദൈവത്തിന് പുത്രനില്ല. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത് തന്റെ ഒരു സ്ഥാനവും അനാദിയിലും നിത്യമായി തനിക്ക് ഉള്ളതായ ദൈവത്തിൽ നിന്ന് ജനിച്ചതോ സൃഷ്ടിക്കപ്പെട്ടതോ അല്ല. ദൈവത്തിന്റെ നിത്യമായ പുത്രനാണ്. ആ നിലയിൽ ഈ പ്രത്യേക വിഷയത്തെ നാം മാനുഷിക പരിധിയിലും സൃഷ്ടിയിലും മാനുഷിക സൃഷ്ടിപ്പിന്റെ ബന്ധത്തിൽ ചിന്തിക്കാതെ ദൈവത്തിന്റെ അതുല്യമായ ആ സ്വഭാവത്തിലുള്ളതാണ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്. അല്ല, സൃഷ്ടിയിൽപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ സൃഷ്ടിയിൽപ്പെട്ട പുത്രനല്ല. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ സിംഹാസനം എന്ന്